എത്ര ശരിയാകാത്തവർക്കും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ. കേക്ക് റെഡിയാവേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ഒരു 1/4 കപ്പ് മൈദയും 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ 3 പ്രാവശ്യം അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എഗ്ഗിൻ്റെ വൈറ്റും യോക്കും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഒരു 3 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. രണ്ടും ഒന്ന് സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആ എഗ്ഗിൻ്റെ യോക്കിനകത്തേക്ക് ആകെയുള്ളത് 1/4 കപ്പ് ഷുഗർ പൗഡറാണ്. അതിൻ്റെ പകുതി നമുക്ക് എഗ്ഗിൻ്റെ യോക്കിനകത്തും പകുതി വൈറ്റിനകത്തും ചേർക്കാനുള്ളതാണ്. അപ്പോൾ പകുതി നമുക്ക് ഈ ഒരു എഗ്ഗിൻ്റെ യോക്കിനകത്ത് ചേർത്തിട്ട് നല്ലപോലെ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇതും കൂടെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഏതാണോ എസൻസ് യൂസ് ചെയ്യുന്നത്, അപ്പോൾ ഞാനിവിടെ പിസ്തേൻ്റെ കേക്കാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഒരു 1/2 ടീസ്പൂണോളം ഈ ഒരു എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കാണുമ്പോൾ ഒരുപാട് കളർ ഉണ്ടാവും, പക്ഷേ നമുക്കിനകത്ത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാനുള്ളതാണ്, എഗ്ഗിൻ്റെ വൈറ്റ് ചേർക്കാനുള്ളതാണ്. അപ്പോൾ ഒരുപാട് കളറൊന്നും ഉണ്ടാവില്ല. അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ്, അത് നമുക്ക് കുറച്ച് ഒരു 3 പ്രാവശ്യമായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു ബാറ്റർ ഇങ്ങനെ തിക്കാവുന്ന സമയത്ത് അതിനനുസരിച്ച് നമുക്ക് പാലും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 2-3 പ്രാവശ്യമായിട്ട് നമുക്ക് ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നമുക്ക് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു ബാറ്റർ. ഇനി നമുക്ക് ഓവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം. 200 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് ആണ്. ഇനി നമുക്ക് ആ ഒരു എഗ്ഗിൻ്റെ വൈറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നല്ലപോലെ വിപ്പ് ചെയ്യുന്ന സമയത്ത് ഇത് കുറച്ചൊന്ന് വൈറ്റ് കളറിലായതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു ഷുഗർ പൗഡറിൻ്റെ ബാക്കി നമുക്ക് ഇതിനകത്തേക്കൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടെ കൂടിയിട്ട് നല്ലപോലെ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അങ്ങനെ എഗ് വൈറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു എഗ്ഗിൻ്റെ മിക്സ് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ബാറ്ററിനകത്തേക്ക് ഒരു 2-3 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇത് പതുക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരുപാടിട്ട് മിക്സ് ചെയ്യരുത്, കാരണം ആ ഒരു എഗ്ഗിൻ്റെ വൈറ്റ് പൊന്തി വന്നതൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് തന്നെ പതുക്കെ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 2-3 പ്രാവശ്യമായിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതുപോലെ ഒരു റിബൺ കൺസിസ്റ്റൻസിയിലുള്ള ഒരു നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി 6 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിനാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അതിനകത്തേക്ക് നമ്മുടെ ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ എയർ ബബിൾസൊക്കെ ഒന്ന് തട്ടിക്കളഞ്ഞതിന് ശേഷം നമുക്കത് നേരെ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവനിനകത്തേക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ ഒരു 30 to 35 മിനിറ്റ്സ് ആകുമ്പോഴത്തേക്കും നമ്മുടെ കേക്ക് ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ ഓരോരുത്തരുടെ ഓവനിലും ചിലപ്പം ടൈം വ്യത്യാസം ഉണ്ടാവും. നമ്മൾ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കുത്തി നോക്കിയിട്ടുണ്ടെങ്കിൽ, ആയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്നും കൂടെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ.